നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സദ്യ അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് സദ്യ അവിയലിനുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് തുടങ്ങാം. സാധാരണ നമ്മൾ വീട്ടിൽ അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നീളത്തിലും കനത്തിലുമാണ് നമ്മൾ സദ്യ അവിയൽ ചെയ്യുമ്പോഴത്തേക്കും പച്ചക്കറികൾ കട്ട് ചെയ്യേണ്ടത്. അതിൽ നീളവും കൂടുതലായിരിക്കും, കനം ഓരോ പച്ചക്കറിയുടെയും വേവിനനുസരിച്ചുള്ള കനത്തിന് കട്ട് ചെയ്ത് മാറ്റുക. അത്ര മാത്രമേ ഈ സദ്യ അവിയലിനും വീട്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉള്ളൂ. ഇനി നമുക്ക് അവിയലുണ്ടാക്കാൻ നോക്കാം. നമുക്കിനി കഷ്ണങ്ങൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയായി വാഷ് ചെയ്ത് വച്ചേക്കുന്ന കഷ്ണങ്ങൾ ഉരുളിയിലോട്ട്, ഇതിൽ ആവി കയറാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1.5 ഗ്ലാസ് വെള്ളം, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് അവസാനം നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം കഷ്ണത്തിലൊക്കെ പിടിക്കാനുള്ള ഉപ്പ് ഇട്ടാൽ മതി. ഒരു 2 തണ്ട് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിൽ കഷ്ണത്തിലൊന്ന് മിക്സ് ആവത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി കഷ്ണങ്ങൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവാൻ ഒരു 20 മിനിറ്റ് നമുക്ക് സമയം കൊടുക്കാം. അപ്പോഴേക്കും ഇത് ആവി കയറി കഷ്ണങ്ങളെല്ലാം വെന്ത് വരും. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള കൂട്ടിട്ട് വേവിച്ച് മിക്സ് ചെയ്ത് അവിയൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പച്ചക്കറികൾ വേവിക്കാൻ വെച്ചത്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് അടുത്ത കൂട്ട് ഇടാനുള്ള കാര്യങ്ങൾ നോക്കാം. പകുതി വേവ് ആയിട്ടുണ്ട്, കഷ്ണങ്ങൾ ഏകദേശം പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. അതിന് തിരികെ വച്ചേക്കുന്ന തേങ്ങ, ജീരകപ്പൊടി, ലേശം പുളിപ്പിന് വേണ്ടിയിട്ട് ലേശം തൈര്, നല്ല വൃത്തിയാവുന്ന ആവി കയറി വരുന്നത് വരെ വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കണം. കാഷ്യനട്ട് ഇനി വീണ്ടും നമുക്കൊരു 20 മിനിറ്റോളം ഇതിന് ഈ കൂട്ടും ഈ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല ഇത് കൂട്ട് പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വാഴയില എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് നല്ല ആവി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സദ്യ അവിയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് ബൗളിലോട്ട് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സദ്യ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഈ സദ്യ അവിയൽ ഈ വരുന്ന ഓണത്തിന് നിങ്ങളും ഉണ്ടാക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി ഒരു നല്ല ഒരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.